ഇറാൻ എന്ന ശക്തമായ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ജീവനോടെയുണ്ടോ? ഉണ്ടെങ്കിൽ പോലും അധികാരം അദ്ദേഹത്തിന്റെ കൈകളിലാണോ? ലോകം ഉറ്റുനോക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി. റിപ്പോർട്ടുകൾ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മാധ്യമങ്ങളിൽ നിന്ന് കിംവദന്തികൾ കാറ്റിൽ പരക്കുന്നത് മുജ്തബ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം അദ്ദേഹത്തിനില്ല എന്നാണ്. ഇറാനിലെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനങ്ങളിൽ മുജ്തബയ്ക്ക് പൂർണ്ണമായ സ്വാധീനമില്ലെന്ന് ഈ റിപ്പോർട്ടുകൾ ഉറപ്പിച്ചു പറയുന്നു. ഈ വർഷം മാർച്ച് 9-നാണ് മുജ്തബ ഖമേനിയെ ഇറാനിലെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിലാണ് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ആ വിയോഗത്തിന് പിന്നാലെ അധികാരത്തിന്റെ സിംഹാസനത്തിലേക്ക് എത്തിയ മുജ്തബ പക്ഷേ ഇതുവരെ ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ദുരൂഹത. ചുമതല ഏറ്റെടുത്ത ശേഷം പൊതു ഇടങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നു നിൽക്കുന്നു. അധികാരം കൈയാളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അപ്പോൾ ആരാണ് ഇറാനെ ഭരിക്കുന്നത്? ചോദ്യം ലളിതമാണെങ്കിലും ഉത്തരം സങ്കീർണമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ കടിഞ്ഞാൻ കൈയാളുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. യുദ്ധകാലത്ത് ഇറാനിലെ അധികാര ഘടനയിൽ വ്യക്തമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇറാൻ സൈന്യത്തിലും രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തും IRGC അതിശക്തമായ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണ്. പുതിയ നേതൃത്വം വന്ന ശേഷം IRGC നേരിട്ടാണ് ഇറാൻ ഭരണം നടത്തുന്നത്. ഈ അസാധാരണമായ സാഹചര്യം അമേരിക്കൻ ഭരണകൂടവും വളരെ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. US ദേശീയ സുരക്ഷാ കൗൺസിൽ ഇറാനിലെ യഥാർത്ഥ അധികാരി ആരാണെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന ഇന്റലിജൻസ് ബ്രീഫിംഗുകളിൽ ഈ വിഷയവും പ്രധാനമായി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു ജനതയുടെ പരമോന്നത നേതാവ് ജീവനോടെ ഉണ്ടോ എന്നതുപോലും വ്യക്തമല്ലാത്ത ഈ അവസ്ഥ ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനെ ഒരു പുതിയ നിഗൂഢതയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഇറാനിലെ ഈ നിഗൂഢമായ അധികാരം ആരുടെ കയ്യിലാണ്? അമേരിക്കയുടെ കണ്ണുകൾ എപ്പോഴും ഈ മരുഭൂമിയിലെ നിഗൂഢതകളിലാണ്. ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. എന്തായാലും തങ്ങളുടെ രാജ്യം നിരന്തരം വ്യോമാക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ നിന്ന് മാത്രം സംയമനം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ വ്യക്തമാക്കി. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആക്രമണം ആരംഭിച്ചവർ അത് അവസാനിപ്പിക്കാതെ ചർച്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ സ്വയം പ്രതിരോധമാണ് ഇറാൻ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ ഏർപ്പെടുത്തിയ തടസ്സം 48 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നത്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ട്രംപ് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഇറാൻ ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടി ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഇറാന്റെ പ്രതികരണം.